ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് മുടി വെട്ടാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം മുടി വെട്ടാൻ പോവുക. ഇതാണിപ്പം കോലം. മുടി വെട്ടിയിട്ട് എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കേ, ഇവിടുന്ന് കുറച്ചൊരു 5 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. കാനഡയിൽ എങ്ങനെയാണ് മുടി വെട്ടുന്നതെന്ന്, ഞാൻ എങ്ങനെയാണ് മുടി വെട്ടുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഒരുപാട് തരം മുടിവെട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇന്നേ വരെ നിങ്ങളാരും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു മുടിവെട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കാനഡയിൽ ഞാൻ എങ്ങനെയാണ് മുടി വെട്ടുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഞങ്ങൾ മുടി വെട്ടുന്ന അപ്പോയിൻമെൻ്റ് എടുത്ത കടയിലെത്തി. ഇനിയാണ് സർപ്രൈസ്. ഞങ്ങളുടെ കാറൊക്കെ ഞങ്ങൾ പാർക്ക് ചെയ്തു കടയിലോട്ട് കയറുകയാണ്. മുടി വെട്ടുന്ന ഷോപ്പിലെത്തി. ഇതാണ് ഞങ്ങളുടെ ഷോപ്പ്. ഇതാണ് ഞങ്ങളുടെ ഓണർ, ഷോപ്പ് ഓണർ. നേപ്പാൾ. ഞങ്ങൾ നേപ്പാളിൽ നിന്ന് ഇറക്കുകയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി. ഹെയർ കട്ട് ചെയ്ത് ഒരു രക്ഷയില്ലാതെ ടൈം വേറെ ലെവല്. അതിന് താടി നമ്മൾ സെറ്റാക്കാൻ പോകാം. ഇത്രയും നമ്മൾ പുറത്ത് പോയി ചെയ്യണമെങ്കിൽ താടിയും മുടിയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു $60 ആവും. $60 എന്ന് പറയുന്നത് 3600 രൂപയാണ്. Thinner than that one, or you wanna? It's good. Yeah. I'll do the same thing. Grab a second. അങ്ങനെ മുടി വെട്ടി. മുടി അങ്ങനെ വലുതായിട്ടൊന്നും കുറച്ചില്ല, കുറച്ച് വെട്ടി താടിയൊക്കെ ഷേപ്പ് ചെയ്തു. ഞങ്ങളിപ്പം മുടി വെട്ടിയത് എത്ര, ഒരാൾക്ക് $20 വെച്ചാണ് ആയത്. അതായത് നാട്ടിൽ 1200 രൂപ ഒരാൾക്ക് താടിയും മുടിയും വെട്ടിയത്. അതേസമയം നമ്മൾ കടയിൽ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു $60 ആവും. നാട്ടിലൊരു 3600 രൂപയൊക്കെ ആവും അല്ലേ, 3600 രൂപ. സോ നാട്ടിൽ നിന്ന് വരുമ്പം ഇതൊക്കെ പഠിച്ചിട്ട് വന്ന് ഇവിടെ വന്ന കാശാണ് കാശ്. എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ പറ അവർക്ക്, നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്. നാട്ടിൽ നിന്ന് വരുന്നവര് നോക്കിയും കണ്ടും വരിക. ഇവിടുത്തെ എക്കണോമിയൊക്കെ അറിയാലോ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടാൻ നെഗറ്റീവ് അടിക്കാതെടാ. എല്ലാരും വരട്ടെ, എന്നിട്ട് അവർ കഷ്ടപ്പെടട്ടെ. പിള്ളേര് കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ മാത്രം വരിക. അല്ലെങ്കിൽ ചുമ്മാ ഇവിടെ പൊളിയാണ്. ജോലി എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അതെ സെറ്റാണ്. മടിയാണെങ്കിൽ നാട്ടിൽ ഇരുന്നാൽ മതി. പണി എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ മടിയാണേലും കുഴപ്പമില്ല, നിങ്ങൾ വന്നോ. ഇവിടെ വന്നാൽ നിങ്ങൾ ആക്റ്റീവ് ആയിക്കോളും. ജീവിത സാഹചര്യങ്ങൾ ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ജോലിക്ക് പോകും. നാട്ടില് ഞാനൊന്നും ജോലിക്കൊന്നും പോകത്തില്ല, എന്നും ജോലിക്ക് പോകും. 7x24 ആണ്. പെട്ടെന്ന് വരൂ, എല്ലാവരും പെട്ടെന്ന് കയറി വരണം കേട്ടോ. അപ്പം അടുത്ത ബ്ലോഗായിട്ട് നമുക്ക് കാണുന്നവരേക്കും ഒരു ചിന്ന ബ്രേക്ക്.